നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. തച്ചോളി ഉദയനക്കുറുപ്പിൻ്റെ വീരകഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തച്ചോളി ഉദയനക്കുറുപ്പും പരുന്തുംകുയിൽ അമ്പൂപ്പണിക്കർ എന്ന് പറയുന്ന ഒരു യോദ്ധാവുമായിട്ട് ഏറ്റുമുട്ടിയ കഥയാണ്. ആ അമ്പൂപ്പണിക്കരെ കൊന്നുകളഞ്ഞാനേ ഉദയനൻ. പിന്നെന്താണെന്ന് വെച്ചാൽ ജീവൻ പോണ നേരത്തെ അമ്പൂപ്പണിക്കർ ഒരു വാക്ക് പറഞ്ഞു, ഒരു ക്ഷമ ചോദിച്ചു. എന്തോ ഉദയനൻ്റെ കലി ഒന്നങ്ങോട്ട് അടങ്ങി, കഴുത്ത് വെട്ടിയില്ല, അത്രയും പറഞ്ഞാൽ മതി. ആ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അമ്പൂപ്പണിക്കർ ഉദയനനും കണ്ടാച്ചേരി ചാപ്പനും കൂടി ഒരു ദിവസം ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നാട്ടിൽ കൊല്ലന്മാരുടെ അടുത്ത് അമ്പൂപ്പണിക്കരുടെ വീടിൻ്റെ താഴെ കൂടി പോവുക. അപ്പോൾ അവിടെ പടിപ്പുരയിൽ ഇരുന്നു കൊണ്ട് കൊല്ലന്മാർ 10-20 കൊല്ലന്മാരിരുന്ന് ഏതാണ്ട് പണിയുണ്ട്. എന്തെന്ന് ഇത്ര കാര്യമായ പണി എന്ന് വിചാരിച്ച ഉദയനക്കുറുപ്പ് ഒന്ന് കയറി നോക്കിയപ്പോൾ എന്താ, ഒരു തൊപ്പി പണിയാണ്. സ്വർണം കൊണ്ടുള്ള തൊപ്പി, ചില്ലറ തൊപ്പിയൊന്നല്ല അത്. ആ തൊപ്പി അമ്പൂപ്പണിക്കരിക്ക് വെക്കാനാ. താനാ അംഗം വെട്ടണ സമയത്ത് തൻ്റെ തലയിലൊരു സ്വർണ്ണത്തൊപ്പി അങ്ങോട്ട് ഇരുന്ന അതൊരന്തസ്സല്ലേ. അതിനു വേണ്ടി ആ അഹങ്കാരം കൊണ്ട് പണിയേണ്ട ഒരു തൊപ്പി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആ പണി നടന്നുകൊണ്ട് അപ്പോൾ ചോദിച്ചു, എന്താ ഈ കൊല്ലനാലെ ഈ പണിയണേ? അപ്പം ഇങ്ങനെ പറഞ്ഞൊരു തൊപ്പിയാണ്, സ്വർണ്ണത്തൊപ്പിയാണ്, അത് ഇവിടെ പരുന്തും കുയില അമ്പൂപ്പണിക്കർക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആ പേര് വരാൻ തന്നെ കാരണം എന്താണെന്നറിയാമോ? പരുന്തിനെ പോലെ പറന്ന് വെട്ടി അംഗം വെട്ടുന്ന ആളാണ് പരുന്തും കുയിൽ അമ്പൂപ്പണിക്കർ. അത്ര നല്ല അംഗച്ചേകവരാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തൊപ്പി എന്നിട്ട് എന്താ ഈ പണി? കാണാനൊക്കെ കൊള്ളാലോ, കാര്യമൊക്കെ കൊള്ളാം. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ കുഴപ്പം. കൊല്ലന്മാരുടെ ആ നേതാവ് പറഞ്ഞു ഉദയനോട്, എന്ത് ചെയ്തിട്ടും വിളക്കി ചേർക്കാനായിട്ട് വിളക്ക് കൂടണില്ല. ഓഹോ, ഇതൊന്ന് കൂടിയിട്ട് വേണ്ടേ ഇതിൻ്റെ പണി തീർത്ത് അങ്ങോട്ട് കൊടുത്തോളാം, കാശ് മേടിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ. പക്ഷെ അത് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉദയന എന്ത് പറഞ്ഞതെന്നറിയാമോ? അതിനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തിരി നേരം ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിളക്ക് ചേർത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വിളക്ക് കൂടി കിട്ടും, തൊപ്പിയുടെ പണി പൂർത്തിയാകും. പക്ഷെ ഒരു കരാറുണ്ട് നമ്മൾ തമ്മിൽ. എന്താ അത്? പണി പൂർത്തിയായി, വിളക്ക് പിടിച്ച തൊപ്പിയുടെ പണി പൂർത്തിയായാൽ ആ തൊപ്പി എനിക്ക് തരണം. സമ്മതമാണോ? അയ്യോ, അപ്പോൾ കൊല്ലന്മാർ പേടിച്ചു പോയി. തൊപ്പി ഉദയനക്കുറുപ്പിന് കൊടുത്തില്ലെങ്കിൽ ഉദയനക്കുറുപ്പ് കൊല്ലും. തൊപ്പി ഉദയനക്കുറുപ്പിന് കൊടുത്താലോ പരുന്തുംകുയിൽ അമ്പൂപ്പണിക്കർ കൊല്ലും. എങ്ങനെയായാലും കൊല്ല. തമ്മി ഭേദം വെച്ച് നോക്കുമ്പോൾ ഇപ്പം രക്ഷപ്പെടാൻ വഴി ഉദയനെ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറയാ ഭേദം എന്ന് വിചാരിച്ച് കൊല്ലന്മാരത് തരാമെന്നും പറഞ്ഞു. ഉദയനൻ്റെ പ്രാർത്ഥന കൊണ്ടോ എന്തോ പിന്നത്തെ വിളക്കിന് തൊപ്പിയുടെ വിളക്ക് കൂടി, തൊപ്പിയുടെ പണി പൂർത്തിയായി. പറഞ്ഞ കരാറനുസരിച്ച് ഉദയനക്കുറുപ്പ് കൈ നീട്ടി, തൊപ്പിഞ്ഞ് തന്നോളൂ, നമ്മുടെ കരാറ് വ്യവസ്ഥ അനുസരിച്ച് തൊപ്പിഞ്ഞ് തരൂ എന്ന് പറഞ്ഞു. കൊല്ലന്മാരാ തൊപ്പിയാ കൊടുത്തു. അവരോടി അവരുടെ കൊല്ലക്കൊടിയിലേക്ക്. ഈ വിവരം പരുന്തും ഈ കുയിൽ അമ്പൂപ്പണിക്കർ അറിഞ്ഞു. അമ്പൂപ്പണിക്കർ വേഗം വന്നിട്ടുള്ള, തച്ചോളി ഉദയന, കുഞ്ഞോദയന, നല്ല പണിയാണ് നീ കാണിച്ചു, ഇതിനൊക്കെ നിനക്ക് വായിത്തല കൊണ്ട് ഞാൻ മറുപടി തരും, നോക്കിക്കോ എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും തമ്മിൽ അംഗം കുറിച്ചു. രണ്ടുപേരും മയ്യഴിക്കളരിയിൽ വെച്ച് ഏറ്റുമുട്ടി അംഗം വെട്ടാൻ തീരുമാനിച്ചു, അടുത്ത വ്യാഴത്തിന് മുമ്പ്. അങ്ങനെ അംഗക്കളരിയിൽ വെച്ച് അവർ പയറ്റൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പരുന്തും കുയിലം പൂപ്പണിക്കരാണ്, ഓനങ്ങു പൊയ്ത്തിനൊരുങ്ങുന്നല്ലോ. അയാൾ പൊയ്ത്തിനൊക്കെ ഇറങ്ങി. പൊയ്ത്തു കുറിച്ചൊരു നാളിലാണ് തച്ചോളി നല്ലോ മന കുഞ്ഞോദേനൻ, ഓനല്ലോ പൊയ്ത്തിന് വന്നോട്ടത്. ഈ അമ്പൂപ്പണിക്കരോട് പൊയ്ത്തിനായിട്ട് വന്നത് ഓദേനനാണ്. രണ്ടുപേരും കളരിയിൽ വന്നിട്ട് പൊയ്ത്തങ്ങോട്ട് തുടങ്ങി. അപ്പോൾ തച്ചോളി ഈ രണ്ടാളും പൊയ്തിട്ട് നിൽക്കുന്നല്ലോ. നേരം കാലത്ത് തൊട്ടങ്ങോട്ട് പൊയ്ത്ത് തുടങ്ങിയിട്ട് കാലത്തും കഴിഞ്ഞു, ഉച്ചയ്ക്കും കഴിഞ്ഞു, ഉച്ച തിരിഞ്ഞ് നേരം പതിറ്റടിയാകുന്നല്ലോ. പതിറ്റടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച തിരിഞ്ഞ സമയം, അതാണ് പതിറ്റടി. അപ്പോൾ ഉദയനൻ പറഞ്ഞു, ഇതിങ്ങനെ വച്ച് നീട്ടിക്കൊണ്ട് പോയാൽ പറ്റില്ല, ഈ അമ്പൂപ്പണിക്കരെ കൊല്ലാൻ ഇനി അടവ് വേറെ എടുക്കണം. ഉടൻ തന്നെ പറഞ്ഞു, ഇതാ തച്ചോളി ഓതിരം
കാലം പൂഴിക്കടകനടി എന്ന് പറയണ പോലെ കാക്കച്ചുവട് എന്ന് പറഞ്ഞിട്ടൊരു അംഗത്തിലെ ഒരു ഭാഗമുണ്ട്. ആ കാക്കച്ചുവട് ഉദയനൻ വച്ചടിക്കും കാക്കച്ചുവട് അടിക്കാൻ പോവാൻ ഞാൻ തടുക്കാമെങ്കിൽ തടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് കാക്കച്ചുവടങ്ങോട്ട് അടിച്ചു. കാക്കച്ചുവടടിച്ച് എന്ന് പറയുന്ന ആ അടവ് പ്രയോഗിച്ചപ്പോൾ ഈ പരുന്തും കുഴിയിൽ അമ്പൂപ്പണിക്കർ അങ്ങോട്ട് മുട്ടുകുത്തി അങ്ങോട്ട് വീണു. മുട്ടുകുത്തി വീണ വഴിക്ക് ഉദയനെ കാലുകൊണ്ട് ഒരു തട്ടങ്ങോട്ട് തട്ടി. ഒരു തട്ട തട്ടിയ വഴിക്ക് ഇയാൾ അവിടെ നിന്ന് മലർന്ന് വീണ വഴിക്ക് നെഞ്ചത്ത് കയറിയിരുന്നു ഉദയനൻ വാളങ്ങോട്ട് കഴുത്തിൽ വെച്ചു. എന്ത് പറയണു അമ്പൂപ്പണിക്കരെ, തൊപ്പി വേണോ തല വേണോ എന്നാൽ പിന്നെ ചോദ്യം. അയ്യോ ദേനാ ചതിക്കല്ലേ, എൻ്റെ കഴുത്ത് നീ വെട്ടല്ലേ, പിന്നെ എനിക്ക് തലയുണ്ടാവില്ല തൊപ്പി ഉണ്ടാവില്ല. ഇപ്പം ഏതായാലും തൊപ്പിയല്ലേ പോയുള്ളൂ, തല തന്നെങ്കിലും ബാക്കി തന്നേക്ക്, എൻ്റെ ജീവൻ ഇങ്ങോട്ട് വിട്ട് തന്നേക്ക് എന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. ഞാനൊരു എടുത്തുചാട്ടത്തിനോട് നിന്നോട് പോയി തൂറിച്ചതാണ്, അതുകൊണ്ട് എന്നെ ജീവനോടെ വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഉദയനനെ അത് മനസ്സിലായി. ആ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അമ്പൂപ്പണിക്കരെ ജീവനോടെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇതാണ് കഥ. എന്തൊരു ഇതിൽ ഉദയനൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ, ഈ ഉദയനൻ മഹതിക്കാരിയും കൂടിയാണ്. ചില സമയത്ത് മറ്റൊരാളുടേതായാലും എന്തൊരു സാധനം കണ്ട് അവനങ്ങോട്ട് അവരാരൊക്കെ അങ്ങോട്ട് വേണം എന്ന് തോന്നിയാൽ അത് കിട്ടി അടങ്ങും. അതല്ലേ ഇപ്പം നമ്മളിവിടെ കണ്ടത്. എന്നാലും തച്ചുള്ളി മേപ്പയിൽ മാണിക്കത്ത് ഉപ്പാട്ടിയമ്മയുടെ രണ്ടാമത്തെ മകൻ ഉദയനക്കുറുപ്പ് ധീരനല്ലേ, നമ്മുടെ ധീരനായകനല്ലേ, വടക്കൻ പാട്ടിലെ ഉത്തമ നായകനല്ലേ. അദ്ദേഹത്തിൻ്റെ വീരശൂര പരാക്രമങ്ങൾ നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഥയുടെ പേര് ഉദയനനും പരുന്തും കുയിൽ അമ്പൂപ്പണിക്കരും എന്നാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.